എന്താ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ്. ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മെല്ലെയാണ് നമ്മൾ എണീറ്റത്. പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യലൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ വരുമ്പോൾ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം കഴിഞ്ഞ സാധനങ്ങളാണ് കേട്ടോ വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇന്ന് നമുക്ക് എന്താ വെച്ചാൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സൺഡേ നമ്മൾ മിക്കവാറും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വെക്കും. കാരണം എന്താ വെച്ചാൽ ചേട്ടനും സായും ഒക്കെ ഫുൾ ടൈം ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടുതൽ വെക്കേണ്ടി വരും കേട്ടോ. നമ്മൾ സാധാരണ സ്പെഷ്യൽ എന്തെങ്കിലും വെക്കണേക്കാൾ ഇത്തിരി കൂടുതലായിട്ട് എന്തെങ്കിലും വെക്കേണ്ടി വരും കേട്ടോ. അതാണ്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഇവിടെ നല്ലപോലെ ഫ്രൂട്ട്സ് കഴിക്കുന്നവരാണ് കേട്ടോ. കൊണ്ടുവന്ന് വെച്ചാൽ തന്നെ നമ്മൾ 2-3 ദിവസത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോഴും എത്ര കൊടുന്നു വെച്ചാലും കൂടുതലായിട്ട് കഴിക്കുന്നതാണ്. പെട്ടെന്ന് സാധനങ്ങൾ കഴിഞ്ഞു പോയാലുണ്ടല്ലോ, നമ്മൾ തൊട്ടടുത്ത കടയിൽ നിന്നൊക്കെയാണ് കേട്ടോ വാങ്ങിക്കുക. അങ്ങനെയുള്ള കടയിൽ നിന്നൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഇത് വാങ്ങി കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളായിട്ടൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. പിന്നെ വെജിറ്റബിൾസൊക്കെ എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. മല്ലിയില ഞാൻ ഉണ്ടല്ലോ താഴ്ഭാഗത്ത് മണ്ണുള്ള ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അങ്ങ് എടുത്തു വയ്ക്കുക. അല്ലാതെ ഞാൻ കഴുകി എടുത്തു വയ്ക്കലില്ല കേട്ടോ. കഴുകി എടുത്തു വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് ഒരിക്കൽ കഴുകി എടുത്തു വെച്ചിട്ട് ചീഞ്ഞ പോലെ തോന്നി കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ കഴുകി എടുത്ത് വയ്ക്കാറില്ല. മിക്കവാറും ഞാൻ അതിനെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അങ്ങ് എടുത്തു വയ്ക്കുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ വെജിറ്റബിൾസൊക്കെ ഞാൻ ഇതുപോലെ ബോക്സിലാക്കി വെച്ചു. ഞാനിപ്പോൾ എടുക്കുന്നത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സ്റ്റീമറാണ് കേട്ടോ. ഫുഡ് സ്റ്റീമറായിട്ടും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് ഫ്രൂട്ട്സ് ബാസ്ക്കറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ്. എത്ര അതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹോൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പോയി നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാനെന്താ വെച്ചാൽ ഇന്ന് സ്റ്റീമറായിട്ടൊന്നും യൂസ് ചെയ്യേണ്ട വെച്ചിട്ടാണ് ഇന്ന് നമുക്ക് ഫ്രൂട്ട്സ് ബാസ്ക്കറ്റായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നേന്ത്രപ്പഴം കുറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇതിൽ വെച്ചപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടോ എനിക്ക്. അതിന് ആ ലെഗൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിൽ ഇരുന്നോളൂ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് ലോഡ് അങ്ങ് ഇത് താങ്ങില്ല കേട്ടോ. ഇത്രയൊക്കെ ലോഡ് താങ്ങുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യം വന്നത് സ്റ്റീമറായിട്ട് യൂസ് ചെയ്യാമല്ലോ. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടോ. വെക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതത് സ്ഥാനത്ത് അങ്ങ് കൊണ്ടുവച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഇന്ന് ബിരിയാണിയാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് ബിരിയാണി വയ്ക്കുക കുറച്ചുകൂടെ എളുപ്പമെന്ന് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ റൈസും കറികളൊക്കെ വയ്ക്കുമ്പോൾ 2, 3, 4 കറിയൊക്കെ വേണം. പ്രത്യേകിച്ച് സൺഡേ ആകുമ്പോൾ എല്ലാവർക്കും കൂടുതൽ കറിയൊക്കെ വേണം. എപ്പോഴും ഭക്ഷണമൊക്കെ വയ്ക്കാൻ നമുക്ക് എളുപ്പം ബിരിയാണിയാണല്ലോ. ആ സമയം കൊണ്ടുണ്ടല്ലോ നമ്മുടെ പച്ചക്കറി വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് സ്വീറ്റ് പൊട്ടറ്റോ കപ്പയൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. സൺഡേ നമുക്ക് എന്ത് വെച്ചാലും ഇവിടെ ചിലവായി പോട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ബീഫിലേക്ക് അങ്ങ് മസാല പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് നമ്മൾ ബീഫ് ഉണ്ടാക്കുന്നത് നമ്മുടെ അടുപ്പിലാണ് കേട്ടോ. പുതിയ അടുപ്പാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് മുന്നേ അടുപ്പുണ്ടായിരുന്നു വീടിനുള്ളിൽ. പിന്നെ നമ്മളത് പൊളിച്ച് പുതിയ കിച്ചണൊക്കെ പണിതേ. പിന്നെ ഉള്ളിൽ അടുപ്പില്ല കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു അടുപ്പ് വേണമെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുപ്പ് നമ്മൾ പുറത്ത് പണിതിട്ടുണ്ട് കേട്ടോ. കാരണം അടുപ്പില്ലാണ്ട് എനിക്ക് പറ്റില്ല. എന്താണെന്നറിയില്ല, എന്താ പറയുക, അടുപ്പില്ലാത്ത എത്രയോ വീടുകളുണ്ട്. പക്ഷേ നമ്മളൊക്കെ ഒരു നാട്ടിൻപുറത്ത് ജീവിച്ച് വളർന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമുക്കൊക്കെ ഒരു അടുപ്പില്ലാണ്ട് പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അടുപ്പ് എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷമൊക്കെ വരുമ്പോഴാണ് നമുക്ക് അടുപ്പിൻ്റെ ഒരു പ്രാധാന്യം അറിയുന്നത് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അടുപ്പ് എങ്ങനെയൊക്കെയോ നമുക്ക് ആ ചെറിയ സ്പേസിലാണ് കേട്ടോ നമ്മൾ അടുപ്പ് പണിതിട്ടുള്ളത്. അപ്പോൾ അവിടെ പണിതിട്ടുണ്ട്. അപ്പോൾ അതിലാദ്യമായിട്ട് വെക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ബീഫാണ് കേട്ടോ. ഇത്ര നാളായിട്ട് നമ്മൾ ആ അടുപ്പ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ബീഫ് കൊണ്ടുവന്ന സ്ഥിതിക്ക് നമുക്ക് ബീഫ് അതിൽ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സാധാരണ നമുക്ക് അടുപ്പുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അത് പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ പുകയില്ലാത്ത അടുപ്പിലാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതും വല്ലപ്പോഴും ഒക്കെ തന്നെ ഉപയോഗിക്കലുള്ളൂ. അപ്പോൾ പുകയുള്ള അടുപ്പിൽ കുറേ നാളായിട്ട് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ട്. ഇന്ന് പുകഞ്ഞ് മരിക്കേണ്ടി വരുമെന്നുള്ളതാണ് കേട്ടോ.
പിന്നെ എന്താ വെച്ചാൽ ചേട്ടൻ ആ സമയം കൊണ്ട് അവിടെ തീയൊക്കെ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ പച്ചക്കറികൾ എല്ലാം അരിഞ്ഞ് വെച്ച കാരണം കൊണ്ട് തന്നെ നെയ്യിലേക്ക് സ്പൈസസും ഒക്കെ ഇട്ടിട്ട് പച്ചക്കറികൾ വിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ 2 മുളകും കൂടി കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫ് പൊതുവേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇവർക്ക് കുട്ടികൾക്കൊക്കെ പോർക്കിനേക്കാൾ കൂടുതൽ ബീഫാണ് ഇഷ്ടം. പക്ഷെ നമ്മൾ ബീഫ് വെക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ളിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം വെക്കാം. ഇതിനിടയ്ക്ക് പോയിട്ട് ഞാനുണ്ടല്ലോ ബീഫ് നമ്മൾ തീയൊക്കെ കത്തിച്ച് ഞാനും ചേട്ടനും കൂടിയിട്ട് ബീഫ് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ എന്താ പറയുക അടുപ്പൊക്കെ കത്തിച്ച് ബീഫൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. നല്ല പുകയുണ്ട് കേട്ടോ. ഇങ്ങോട്ടും പുകയെടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കണ കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴേക്കും ആ പുകയൊക്കെ മുഴുവനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാനിതേ നെയ്ച്ചോറിനുള്ള റൈസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതങ്ങ് ആവല്ലേ വേണ്ടുള്ളൂ. ഇനിയിപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല. നെയ്ച്ചോറ് വേവ് വേണ്ടുള്ളൂ. അതായി കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക ഓയിലിക്കോ നെയ്യിലേക്കോ സവോള ഫ്രൈ ചെയ്തിടുക. കാഷ്നട്ടും കിസ്മിസും ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കാഷ്നട്ടും കിസ്മിസും കൂടി ഫ്രൈ ചെയ്തിടും. പിന്നെ മല്ലിയിലയും കൂടി ഇടുക. ഇത്രയല്ലേ വേണ്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ സാലഡിനുള്ളതും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാലഡ് തൈരിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ സാലഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രശ്നം അടുപ്പിലിരുന്ന് ഒരുപാട് നേരം അങ്ങ് പുകയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു മസാലയൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ബീഫിനുള്ളതാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി എടുത്തിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തു. അപ്പോഴേക്കും നമ്മൾ കപ്പത നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെറുതെ വേവിച്ചെടുക്കുകയാണേ. സ്പെഷ്യൽ പോർക്കാണ്. നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ ഫാമിൽ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കി അവർ തന്നെ ആർട്ടിലാണ്. നല്ലതാണ്, നല്ല മീറ്റാണ്. മീറ്റുള്ള ഭാഗമുണ്ടോ ഇത്? ഒരു പീസ് മാത്രമാണ് ഇതിൽ സ്കിന്നുള്ളൂ, ബാക്കിയെല്ലാം മീറ്റാണ്. പോർക്കാണ് പോർക്ക്. അപ്പം ഇന്ന് എന്താ പറയുക ബീഫുള്ള ആളുള്ള എനിക്കത് വെക്കണ്ടല്ലോ. വേണ്ട, അതെടുത്ത് വെച്ചാൽ അങ്ങനെ എടുത്ത് വെക്കാമല്ലേ. ഓക്കെ. അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ നന്നായി മൂത്ത മണം വന്നിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി എപ്പോഴും നമ്മൾ ചതച്ചിടുമ്പോഴേ ഒരു ബ്രൗൺ കളറാവില്ലേ, ഒരു സ്മെല്ല് വരും കേട്ടോ. അത് കറിക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റ് കൂട്ടും കേട്ടോ, വെളുത്തുള്ളിയുടെ ആ ഒരു മണം. അപ്പോൾ അത് കറിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ആവുന്നതും നമ്മൾ വെളുത്തുള്ളി ഒരു ആ കളറ് മാറി ആ ഒരു മണം വരുന്ന വരെ വെയിറ്റ് ചെയ്യുക നല്ലത്. അത് കഴിഞ്ഞിട്ട് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനുണ്ടല്ലോ ഇവിടെ അധികം എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ചിലതൊന്നും എരിവ് ഇവിടെ പറ്റില്ല. അപ്പം വഴക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എരിവ് കുറച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറ്. അതുകൊണ്ട് കളറൊന്നും വലിയ കാര്യത്തിൽ നമ്മൾ ഫിഷ് ആണെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ അത്ര കളറൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇന്നതാ ചേട്ടനെയും കൂടി ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരടുപ്പത്ത് കപ്പയുണ്ട്, ഒരടുപ്പത്ത് ബീഫുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നെയ്ച്ചോറും ആയിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് എന്താ പറയുക ഓടി നടക്കണ കാരണം കൊണ്ട് ഞാൻ ഇളക്കി തരാൻ വേണ്ടിയിട്ട് ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചേട്ടൻ ഇളക്കി തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ നെയ്ച്ചോറ് അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഈ ഒരു ബീഫിനുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുക്കുക, അത്രേ വേണ്ടുള്ളൂ. കപ്പയും വേവാറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അതേ ബീഫിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി, എൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി ഉണ്ടായിരുന്നില്ല, എന്നാൽ കുറച്ചുകൂടെ കളർ കിട്ടും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സാധാരണ മസാല. ഇനിയിപ്പോൾ ഞാനത് പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ, നമ്മൾ പൊടിക്കുന്ന നമ്മുടെ മസാല. അപ്പോൾ അത് ബീഫിനും പോർക്കിനും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. ഞാൻ ഗരം മസാല പറഞ്ഞ പോലെ ഇതിൽ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുത്ത് നല്ല പോലെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ബീഫിലേക്ക് അങ്ങ് കൊണ്ടിടാം. എന്താ ഇത് വേണ്ട മാറ്റി വയ്ക്കാം. കേട്ടിട്ടുണ്ടല്ലോ
അങ്ങനെ നമ്മുടെ ബീഫ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുകയുണ്ട്, പക്ഷേ ലാസ്റ്റ് ആകുമ്പോഴേക്കൊക്കെ പുക കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന അടുപ്പാണെങ്കിൽ ഇത്രയും പുകയൊന്നും ഉണ്ടാവില്ല. എന്നാലും വലിയ അടുപ്പായതുകൊണ്ട് അത്ര പുകയൊന്നും ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു നല്ലപോലെ പുകയൊക്കെ ഉണ്ടാവുമെന്ന്. കാരണം നമ്മൾ പുകയില്ലാത്ത അടുപ്പ് യൂസ് ചെയ്തിട്ട് കുറേ നാളായല്ലോ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും അതുപോലെ തന്നെ സാലഡും എന്താ പറയുക ബീഫും പിന്നെന്താ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. കപ്പ ഞാൻ എടുത്തില്ല കേട്ടോ വീഡിയോയിൽ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറേ നേരം റെസ്റ്റ് ചെയ്ത് വൈകുന്നേരം ആയപ്പോൾ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയോ, ചേട്ടനൊരു വാക്കത്തിയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സകലമാന ചെടികളും പോവും. എന്താ പറയുക, ചിലപ്പോൾ ഇഷ്ടമുള്ള ചെടികളൊക്കെ വെട്ടിക്കളയും കേട്ടോ. കുറച്ചൊക്കെ കൃഷി അറിയാവുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾക്കറിയാം. അപ്പോൾ അതിനനുസരിച്ച് തന്നെ വെട്ടിക്കളയുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ഏലത്തിൻ്റെ തൈയാണ് കേട്ടോ. നമ്മൾ കട്ടപ്പനയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആ ഏലത്തിൻ്റെ തൈയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ട് നിൽക്കുന്ന ഇലകളും കാര്യങ്ങളൊക്കെ വെട്ടിക്കളയുന്നുണ്ട്. ഈ ചെടിക്ക് ഒരു ചട്ടി മേടിക്കണേ. എന്താ മനുഷ്യങ്ങള് കാണിക്കുന്നത്? വെറുതെ പറിച്ചു കളയുന്നു. എന്തോ ഒന്ന് ഉണങ്ങിപ്പോയിണ്ടെങ്കിൽ ചേട്ടന് അതങ്ങനെ വളർന്നോട്ടെ. ഇനി നമുക്ക് ടെറസിലേക്ക് കുറച്ച് നേരം കയറാം കേട്ടോ. കാരണം ടെറസിൽ അത്യാവശ്യം പണിയുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ വിചാരിച്ചതാണ് ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. നമുക്ക് മെയിനായിട്ട് ഇവിടെ ഒരു പന്തൽ കെട്ടണം കേട്ടോ. ഞാൻ ഇത്രയും ഭാഗം മാത്രമേ കെട്ടിയിട്ടുള്ളൂ, ബാക്കി ഭാഗം കൂടി കെട്ടണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ മഴ കാരണം കൊണ്ട് ചിലപ്പോൾ ഞാൻ തനിയെ നിന്ന് കയറ് കെട്ടുമ്പോഴൊക്കെ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ പേടിച്ചിട്ട് ഞാൻ എങ്ങാനും വീണ് കഴിഞ്ഞാൽ നമ്മളവിടെ കിടപ്പിലാവുമല്ലോ. അപ്പോൾ പിന്നെ ചേട്ടനെ വിളിച്ചിട്ട് ഞായറാഴ്ച ആകുമ്പോൾ ചേട്ടന് ഒഴിവുണ്ടാവുമല്ലോ. അപ്പം ഇന്ന് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ അതാണ് നമ്മൾ ടെറസിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അത്രയുള്ളൂ, ഈസി. പൊട്ടും ഇനി വേണ്ട. നമ്മുടെ താമരക്കുളം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ താമരയൊന്നും ഞാൻ വെച്ചില്ല കേട്ടോ. പിന്നെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ മഴ കാരണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മഴയൊക്കെ പോയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ വെള്ളം കെട്ടി നിന്നിട്ട് കൊതുക് വരുന്നുണ്ട്. കൊതുകല്ല, ഒരു എന്താ പറയുക കൂത്താടി അങ്ങനെയൊക്കെ പറയട്ടെ ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞൊന്ന് കമത്തി വയ്ക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇനി മഴയൊക്കെ പോയതിന് ശേഷം നമുക്കതിനെ കുളിച്ച് കുട്ടപ്പനാക്കി നല്ല താമരയൊക്കെ വെച്ചിട്ട് നിർത്തണം കേട്ടോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലൊരു പന്തൽ കെട്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഉള്ള പന്തൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നീട്ടത്ര പോരാ. കാരണം നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ആയാലും നമ്മുടെ കോവലൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് നീണ്ട് വരുന്നുണ്ട് കേട്ടോ, വള്ളികളും അവിടേക്കും ഇവിടേക്കുമൊക്കെ. അപ്പോൾ അതിന് അത്രയും സ്പേസ് പോരാൻ തോന്നി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അങ്ങ് കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ കെട്ടുന്നുണ്ട്, ഞാൻ ഹെൽപ്പിനും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ അപ്പോഴേക്കും കണ്ടില്ലേ, നമ്മുടെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. കുളിക്കണം.